പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI സംഘം ഹോസ്റ്റലിലെത്തി. ശാസ്ത്രീയ പരിശോധന തുടങ്ങി. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായുണ്ട്. സുർജിത്, ഈ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന അവിടെ ആരംഭിച്ചു. ഫോറൻസിക് സംഘം പരിശോധന തുടങ്ങിയിട്ടുണ്ട്. 9:30 കൂടിയാണ് CBI സംഘം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. വനിതാ DIGയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. 2 SP-മാർ സംഘത്തിലുണ്ട്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന SP സുന്ദർവേൽ, അതോടൊപ്പം തന്നെ മറ്റൊരു SP ആയിട്ടുള്ള AK ഉപാധ്യായ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ വിശദമായ രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഈ ഹോസ്റ്റലിലെ നടുത്തളം, അതോടൊപ്പം സിദ്ധാർത്ഥനെ മർദ്ദിച്ച നടുത്തളം, അതോടൊപ്പം മർദ്ദിച്ച മറ്റു മുറികൾ, ഒപ്പം തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ ഹോസ്റ്റലിന്റെ ഭാഗമായിട്ടുള്ള ഡോർമെട്രിയോട് ചേർന്നുള്ള ശുചിമുറി, ഇവിടെയാണ് പരിശോധന നടത്തുന്നത്. ഏറ്റവും പ്രധാനമായും ശുചിമുറിയിലാണ് പരിശോധന നടക്കുന്നത്. ശുചിമുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥനെ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ഇത് കൊലപാതകമാണ് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് CBI തയ്യാറെടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് നിർണായകമായ ഒരു പരിശോധന തന്നെയാണ്. പോലീസിന്റെ കണ്ടെത്തൽ ഈ മുറി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുമ്പോഴാണ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന, അടിവസ്ത്രത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സിദ്ധാർത്ഥനെ കണ്ടെത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. അത് അങ്ങനെയല്ല, അകത്ത് ആളുകൾ കയറി അത് പൊളിക്കുന്ന രീതിയിൽ അത് ചിത്രീകരിച്ചതാണ്, നിർമ്മിച്ചതാണ് ഉൾപ്പെടെയുള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. വിശദമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പരിശോധന ഇപ്പോഴും ഹോസ്റ്റലിൽ തുടരുകയാണ്. ഗോപി, സുർജിത്ത്, ഈ CBI സംഘവും അതേപോലെ തന്നെ ഫോറൻസിക് സംഘവും ഒക്കെ ശാസ്ത്രീയ പരിശോധനകളിലേക്കാണ് കടന്നിരിക്കുന്നത് അല്ലേ? സ്വാഭാവികമായും അവിടെ നിന്നും പരമാവധി, അതായത് നേരത്തെ തന്നെ പ്രാഥമിക പോലീസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടൊക്കെ CBIക്ക് കൈമാറിയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനകൾ? ഇതുമായി ബന്ധപ്പെട്ട വിശദ റിപ്പോർട്ട് പോലീസ് കൈമാറിയിട്ടുണ്ട്. അതായത് പോലീസ് ശേഖരിച്ച തെളിവുകൾ പൂർണ്ണമായും അത് ട്രാൻസ്ലേറ്റഡ് കോപ്പിയായി തന്നെ ഇത് കൈമാറിയിട്ടുണ്ട്. ഈ കോടതിയിൽ കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട FIR CBI സംഘം സമർപ്പിച്ചത്. ഇതിനുശേഷമാണ് മറ്റ് നടപടികളിലേക്ക് കടന്നത്. ഇതിനിടെ CBI സംഘം നേരത്തെ തന്നെ ഈ ഹോസ്റ്റലിൽ എത്തി ഒരു പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ സമാഹരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത് കൊലപാതകമാണ് എന്നുള്ള ആരോപണം, പരാതി വീട്ടുകാർ ഉൾപ്പെടെ ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് അതിൽ വ്യക്തത വരുത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഈ CBI സംഘത്തെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. 2 മലയാളി ഓഫീസർമാർ അടക്കം 10ഓളം വരുന്ന CBI സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഡീൻ അടക്കമുള്ളവരുടെ ഒരു മൊഴിയെടുക്കൽ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട്. ഡീനും ഒപ്പം തന്നെ ഈ ഹോസ്റ്റലിന്റെ ചുമതലയുണ്ടാകുന്ന അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു മൊഴിയെടുക്കൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അടക്കമുള്ള മൊഴികൾ വിശദമായ രീതിയിൽ തന്നെ ശേഖരിച്ച് വരുന്നുണ്ട് CBI സംഘം. എന്താണ് അന്ന് സംഭവിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത്. മാത്രമല്ല ഈ മൃതദേഹം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ആ സമയത്ത് മൃതദേഹം ആദ്യം കണ്ട ആളുകളോട് വിശദമായ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ ബന്ധുക്കളുടെ മൊഴിയും അച്ഛൻ ജയപ്രകാശും അതോടൊപ്പം തന്നെ അമ്മാവൻ ഷിബു ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയും CBI സംഘം രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഈ ശാസ്ത്രീയ പരിശോധന വഴി ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് CBI പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിശോധനയുമായി മുന്നോട്ട് പോകുന്നത്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട് നിന്ന്.